എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ പേളിമാണി പുലിവാലി പിടിച്ചിട്ടുണ്ട്. ജന്തർ മന്ദറിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിന് ഒരു പോസ്റ്റ് പുള്ളിക്കാരത്തി ഇട്ടു. എല്ലാവരും ഒക്കെ ഇട്ടു. അപ്പൊ പിന്നെ ഞാൻ ഇട്ടില്ല, ഇങ്ങനെ എന്നോർത്തിട്ടാണോ എന്ന് അറിയില്ല. എന്താണേലും യുവജനങ്ങൾക്ക് അത് അത്ര പിടിച്ചിട്ടില്ല. പുള്ളിക്കാരത്തി അക്രമക്ക് എന്തിനാ മക്കളെ, ജീവനല്ലേ വലുത് എന്നൊക്കെയുള്ള ഒരു രീതിയിൽ ഒരു മയത്തിലൊരു പോസ്റ്റ് അങ്ങിടുകയാണ് ചെയ്തത്. പക്ഷെ അത് പിടിച്ചിട്ടില്ല, പിള്ളേർക്കൊന്നും പിടിച്ചിട്ടില്ല. അപ്പം പിള്ളേരെല്ലാം പ്രതിഷേധം, എല്ലാവരും നെഗറ്റീവ് കമന്റ് ഇട്ട് അങ്ങോട്ട് പൊളിച്ചടുക്കി. അപ്പം പുള്ളിക്കാരത്തി നെഗറ്റീവ് ഇട്ടവരെയൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ബ്ലോക്ക് ചെയ്തെന്നും പറഞ്ഞ് പിള്ളേരൊക്കെ വീഡിയോ ഇട്ടു. അങ്ങനെ പോകുന്നു. അതിന്റെ കൂടെ സിബി മലയിലിന്റെ മകനും ഇതേപോലെ പറഞ്ഞു. അപ്പൊ സിബി മലയിലിന്റെ മകന് അയച്ച റിപ്ലൈക്കകത്ത് സിബി മലയിൽ ഒരു ഫെയിൽഡ് ഡയറക്ടർ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അത് പേളി പറഞ്ഞത്, അത് പേളി പറയില്ലായിരിക്കുന്നു. പേളിക്ക് എന്ത് പറ്റിയാവോ എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം നമ്മൾ കണ്ടിരിക്കുന്ന പേളിമാണി വളരെ മര്യാദക്കാരിയും അതുപോലെ ചാരിറ്റിയൊക്കെ അത്യാവശ്യം ചെയ്ത് വളരെ മര്യാദ ഉള്ള ഒരു രീതി, അധികം ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇത് ചാടിത്തുള്ളി പറഞ്ഞ എന്തോ പോലത്തെ ഒരു മറുപടി. ഇത് പേളി തന്നെയാണോ പറഞ്ഞതെന്ന് നമുക്ക് തോന്നും. സിബി മലയിലെ പോലെ ഒരു സംവിധായകനെ ഫെയിൽഡ്, പരാജയപ്പെട്ട സംവിധായകൻ എന്നൊക്കെ വിശേഷിപ്പിച്ച് ആ മകൻ അതിനെതിരെ തിരിച്ചു പറഞ്ഞ് അങ്ങനെ ഒരു പരിപാടിയാണ് ഇപ്പം ഇൻസ്റ്റയിലൊക്കെ കത്തിക്കേറുക കേട്ടോ ഒരു കാര്യം. അപ്പൊ ആ ഒരു വീഡിയോ കേൾപ്പിക്കാം. സിബി മലയിലിനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് പേളിമാണി വിളിച്ച സംഭവത്തിൽ മറുപടിയുമായി സിബി മലയിലിന്റെ മകൻ ജോ സിബി മലയിൽ. പേളിമാണിയുടേതായി ഡിപ്ലോമസി നിറഞ്ഞ പോസ്റ്റാണ് എന്നും എന്റെ അച്ഛൻ പരാജയപ്പെട്ട ഒരു സിനിമാക്കാരൻ എന്ന് നിങ്ങൾ വിളിച്ചാലും നട്ടലില്ലാത്ത മകനെ അദ്ദേഹം വളർത്തിയിട്ടില്ല എന്നും പേളിക്ക് മറുപടി നൽകി. നിങ്ങളുടെ അച്ഛൻ ഒരു ഭീരുവിനെയാണ് വളർത്തിയതെന്നും പേർലിയെ ആക്ഷേപിച്ചായിരുന്നു ജോ സിബി മലയിൽ ഇൻസ്റ്റഗ്രാമിൽ പ്രതികരിച്ചത്. വിവാദങ്ങൾക്ക് പിന്നാലെ പേളിമാണി പോസ്റ്റ് നീക്കം ചെയ്തു. ഹരികൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഹരി, CJP സമരത്തിനെ അനുകൂലിച്ചുകൊണ്ട് പേളിമാണി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് നിലപാടില്ലാത്ത പോസ്റ്റാണെന്ന തരത്തിൽ വലിയ അധിക്ഷേപമുണ്ടായിരുന്നു. അതിൽ ഊന്നിയാണോ ഇപ്പോൾ വിമർശനത്തിന് സിബി മലയിലിന്റെ മകൻ മറുപടി നൽകുന്നത്? പേളിമാണി ഇട്ട പോസ്റ്റ് അതിലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പേളി ആദ്യം ഇട്ടിരുന്ന ഒരു പോസ്റ്റ് CJP സമരത്തെ അനുകൂലിച്ചുകൊണ്ടും എന്നാൽ വിദ്യാർത്ഥികൾ ഈ നടത്തുന്ന പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കാരണം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം അവർ വീട്ടിലിരിക്കട്ടെ, പ്രതിഷേധങ്ങൾ നടക്കട്ടെ, ശാന്തമായി തുടരട്ടെ, എന്നാൽ വീട്ടിൽ നിന്ന് പ്രതിഷേധിക്കൂ എന്നുള്ള ഒരു തരത്തിലൊരു ടോൺ പേളിമാണിയിൽ ഉണ്ടായിരുന്നു. അതായത് ഡബിൾ സ്റ്റാൻഡേർഡാണ്. രണ്ട് തരത്തിൽ പേളിമാണി പ്രതികരിക്കുന്നുണ്ട്. ഒന്ന് സമരത്തിന് അനുകൂലവുമാണ്, എന്നാൽ വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് വിപരീതമായിട്ടും പേളിയുടെ പോസ്റ്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് പിന്നാലെയാണ് സിബി മലയിലെ മകൻ്റെ അക്കൗണ്ടിൽ നിന്നും, ജോ സിബി മലയിലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഒരു പോസ്റ്റ്, 7 പേജുകളുള്ള ഒരു പോസ്റ്റ് പേളിമാണിയുടെ ആദ്യത്തെ ഈ CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അതിന് പിന്നാലെയാണ് പേളി ഈ വ്യക്തിയെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് വിളിക്കുകയും ചെയ്തത്. ഈ ജോ സിബി മലയിലിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ടാണ് പേളി ഇട്ടത്. ആ പേളിയുടെ പോസ്റ്റിലാണ് പേളി പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടനിറം സാഫ്രൺ ആണ് എന്നതും കൂടി പേളി പറഞ്ഞുകൊണ്ടാണ് ഈ സിബി മലയിലിനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ നീങ്ങുന്നത്. അത് ഉദ്ദേശിച്ചത് സിബി മലയിലിനെ തന്നെയാണെന്നുള്ള ചോദ്യമുണ്ട്. കാരണം ജോ സിബി മലയിലിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് അതിന് മറുപടി കൊടുക്കുകയായിരുന്നു പേളിമാണി. പക്ഷേ ജോ സിബി മലയിലിൻ്റെ അക്കൗണ്ട് തന്നെ ഇതിനും ഒരു മറുപടി പേളിയുടെ ഒരു പോസ്റ്റിന് മറുപടിയായിട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഫെയിൽഡ് ഡയറക്ടർ ആണ് എന്നുള്ളത് പേളി പറയുന്നു എന്നുള്ള രീതിയിലാണ് ജോ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ജോനെയാണോ ഉദ്ദേശിക്കുന്നത്, സിബി മലയിലാണോ പേളി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വ്യക്തതയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ജോനെ മറുപടിക്ക് പിന്നാലെ പേളി ആ പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു. ഈ പോസ്റ്റ്, അതായത് ഈ പറഞ്ഞ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഐ എം പേളിമാണി ആൻഡ് മൈ ഫേവറേറ്റ് കളർ സാഫ്രൺ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിന് വളരെയധികം വ്യക്തി അധിക്ഷേപങ്ങൾ പേളിമാണിക്ക് ഇപ്പോൾ നേരിടേണ്ടി വരികയാണ്. ഫോളോവേഴ്സ് വളരെ രീതിയിൽ കുറയുന്നു. ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പേളിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. പേളിയുടെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് പ്ലസ് പേളി തൻ്റെ രാഷ്ട്രീയ നിലപാട് ഊന്നി പറയുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട ഈ ഫേവറേറ്റ് കളർ സാഫ്രൺ എന്ന് പറയുമ്പോഴേക്കും BJP അനുകൂലിയാണ് പേളി എന്ന രീതിയിൽ വരെ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ നിറയുന്നുണ്ട്. എന്താണ് ജോ സിബി മലയിൽ പേളിക്ക് കൊടുത്ത മറുപടി വളരെ കറക്റ്റാണ്. ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞാണ് എന്നുള്ള രീതിക്ക് തന്നെയാണ്. നട്ടലുള്ളവനാണ്, നട്ടലുള്ളവനായിട്ട് വളർത്തിയതാണ്. അപ്പൊ പേളിക്കവിടെ നട്ടലില്ല എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പുള്ളിക്കാരത്തി അത് പിൻവലിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ സിബി മലയിലാണോ ഉദ്ദേശിച്ചത്, സിബി മലയിലിന്റെ മകനെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തത ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. ആരെയാണേലും അങ്ങനെയൊന്നും കളിയാക്കണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് വേണ്ടി. പിന്നെ പേളി പറയുന്ന ഈ സമരത്തിനോടനുബന്ധിച്ച് പേളി പറഞ്ഞതിനെ ഇവരെല്ലാം കൂടി ഇത്രയും 2 കൊല്ലത്തെ കാലിയോട്ടി അങ്ങനെ ഇങ്ങനെ വ്യക്തതയില്ല, അല്ലെ അങ്ങനെയാണ് പാർട്ടി ഇതാണ്, അതൊന്നും പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പേളിമാണി ഒരുപക്ഷെ നമ്മളൊക്കെ ഈ സിനിമയെ കാണുന്നു, അല്ലെ ഈ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന്റെ ഇടയ്ക്ക്
നമ്മൾ സിനിമ കാണാറില്ലേ, SFI അല്ല ഏത് പാർട്ടിയാണെങ്കിലും പിള്ളേർ വിദ്യാർത്ഥി സംഘടന നടത്തുന്ന സമരത്തിനിടയ്ക്ക് വലിയ മൂത്ത പാർട്ടിയുടെ ഉന്നതത്തൊക്കെ ഇരിക്കുന്ന ചില ആൾക്കാർ അതിന്റെ അകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കി വേറെ ആൾക്കാരെ അതിന്റെ അകത്ത് കയറ്റി വിട്ടിട്ട് പോലീസുകാരെ കല്ലെറിയുക ഇതൊക്കെ ചെയ്യല്ലേ. അങ്ങനെയൊക്കെ വരുമ്പോൾ മരണപ്പെടുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികളായിരിക്കും. പിന്നെ ഇപ്പൊ ഈ നടക്കുന്നതിന്റെ അടുത്ത് കുറെ മുതലെടുപ്പുമായിട്ട് കുറെ ആൾക്കാർ നുഴിഞ്ഞു കയറിയിട്ടുമുണ്ട്. പേളിമാണി ഒരുപക്ഷെ അത് ഓർത്താണ് നിങ്ങൾ വീട്ടിൽ പോയിരിക്കുക, അക്രമമൊന്നും വേണ്ട, ജീവനല്ലേ വലുത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പേളി ചിലപ്പോൾ പറഞ്ഞിരിക്കുന്ന അങ്ങനെ ആയിരിക്കാം. അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞെന്ന് ഈ യുവജനങ്ങൾക്ക് പെട്ടെന്ന് അവർക്ക് വിഷമമുള്ള ഒരു കാലഘട്ടമാണല്ലോ, അപ്പൊ അവർക്കത് പിടിച്ചില്ല. അപ്പൊ പിള്ളേര് അതിനെതിരെ പറഞ്ഞ പിള്ളേരെ ബ്ലോക്ക് ചെയ്തെന്നും പറഞ്ഞ 2 പിള്ളേർ വന്നിട്ടുണ്ട്. പേളി മാണി എന്നെ ബ്ലോക്ക് ചെയ്തു ഗൈസ്. സത്യം പറഞ്ഞത് ഇവിടെ ഒന്ന് പറയണമെന്ന് ഓർത്തില്ല, പക്ഷെ എനിക്ക് പറയണം തോന്നി. കാരണം ഇത്രയും നാളും സൈലൻസിന് ശേഷം പുള്ളിക്കാരി ഇന്നൊന്ന് വാ തുറക്കാന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ പക്ക മനസ്സിലാവും. ലൈക്ക് പക്ക ഒരു സേഫ് ഗെയിം പോസ്റ്റാണ്. അതായത് അവിടെയും ഇവിടെയും ഇല്ലാതെ നടുക്കി കൂടെ ഒരു ആദ്യം ഹെയ്റ്റും അൺഫോളോവേഴ്സ് ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസത്തിന് ശേഷം ഇട്ടൊരു പോസ്റ്റ്. അത് അപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവും എല്ലാവരുടെയും പ്രശ്നം. കാരണം അതൊന്നും ഒതുക്കി തീർക്കാൻ ഒരു കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റാണത്. അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ ഇത്രയും വർഷം, എനിക്ക് തോന്നുന്നു ഞാൻ അറൗണ്ട് 2018 തൊട്ടും കണ്ട് പുള്ളിക്കാരനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ആ സമയം തൊട്ട് ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ പുള്ളിക്കാരിക്ക് ഒരു കമൻറ്റ് ഇട്ടു. അതായത് എന്തുകൊണ്ട് ഇത്രയും ദിവസം സൈലന്റ് ആയിട്ടിരുന്നിട്ട് ഇന്നൊരു സേഫ് ഗെയിം പോസ്റ്റ് ഇട്ട് എന്തിനാണ്, അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു കമൻറ്റ് ഇട്ടു. ആൻഡ് ഗസ് വാട്ട്, പുള്ളിക്കാരൻ എന്നെ ബ്ലോക്ക് ചെയ്തു. മറ്റൊരു കുട്ടി പറയുന്നേക്കാം, സമയത്ത് പേളിമാണിയുടെ ഒരു പോസ്റ്റ്, ഗൈസ് നിങ്ങൾ അറിഞ്ഞോ പേളിമാണി എന്നെ ബ്ലോക്ക് ചെയ്തു. എന്റെ പോലെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാൻ ബ്രേക്കിങ്ങിന് ഇരിക്കുന്നു. ബ്രേക്കിന് ഇരുന്ന സമയത്ത് പേളിമാണിയുടെ ഒരു പോസ്റ്റ് കണ്ടു. പേളിമാണി നമ്മൾ ഇന്റർവ്യൂ ഒക്കെ നടത്തുന്ന പേളിമാണി ചേച്ചിയുടെ. അപ്പോൾ ആ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ വളരെ ന്യൂട്രലായിട്ട് ഈ പറഞ്ഞ മാതിരി ഞാൻ എല്ലാവിധ സപ്പോർട്ടും സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്, പക്ഷേ എന്നിരുന്നാലും വയലൻസ് നല്ലൊരു രീതിയല്ല, പെട്ടെന്ന് തന്നെ എല്ലാത്തിനും ഒരു ശാന്തത വരട്ടെ, ഇത് എൻ്റെ ഒപ്പീനിയനാണ്, എൻ്റെ ഒപ്പീനിയൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു വെള്ളത്തിനും കാല് ചവിട്ടാതുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. അപ്പോൾ ഞാനതിന് ആ പോസ്റ്റ് ഞാൻ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ട് പറഞ്ഞു, യു ക്യാൻ ഡു ബെറ്റർ ദാൻ ദിസ്, ലൈക്ക് പേളി ഡോണ്ട് ടേക്ക് എനി ന്യൂട്രൽ സ്റ്റാൻസ് എന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു. അത് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊരു കൊച്ചിൻ്റെ പോസ്റ്റ് കണ്ടു. പുള്ളിക്കാരത്തി ഈ പോസ്റ്റിനെതിരെ എന്തോ സംസാരിച്ചു, ലൈക്ക് അതൊരു ന്യൂട്രൽ രീതിയാണെന്നുള്ള രീതിയിൽ. അത് ഇട്ടപാടെ തന്നെ ആ വ്യക്തിനെ പേളിമാണി അല്ലെങ്കിൽ പേളിമാണിയുടെ ടീം എന്താ പറയുക ബ്ലോക്ക് ചെയ്തെന്ന്. അത് പക്ഷേ പുള്ളിക്കാരുടെ പോസ്റ്റിൻ്റെ ഇടയിൽ ഫുള്ള് പോസിറ്റീവ് കമൻറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ നെഗറ്റീവ് കമൻറ്റ്സ് പോലും ഉണ്ടായിരുന്നില്ലെന്ന്. അപ്പം എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പം എന്നെ ബ്ലോക്ക് ചെയ്തേക്കോ പേളിമാണി. ഫസ്റ്റ് ഞാൻ ചോദിച്ചു, പേളിമാണി എന്നെ ഫോളോ ചെയ്തില്ലെങ്കിലും എന്നെ ബ്ലോക്ക് ചെയ്തു, ഞാൻ അത്രയും വലിയൊരാളാണോ? അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, പേളിമാണി ഓക്കെ പൊളിറ്റിക്സിനെ പറ്റി പോസ്റ്റ് എന്തിനാ ഇട്ടെന്ന് പോലും എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. 2 ഒരു പൊളിറ്റിക്സിനെ പറ്റി സംസാരിച്ചു, അപ്പം യു ആർ എ പബ്ലിക് ഫിഗർ, അപ്പോൾ അതിനെതിരെ ഒരു ക്രിറ്റിസിസം എടുക്കാൻ പോലുമുള്ള ഗട്ട്സ് ഇല്ല എന്നാണോ പേളിമാണി പറയുന്നത്? ലൈക്ക് ഓ മൈ ഗോഡ്, സീരിയസ്ലി ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ പേളിമാണി ആ പോസ്റ്റ് ഇട്ടത്? ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോ ആരോടും ഷെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ വീഡിയോ പറ്റുന്നിടത്തോളം ഷെയർ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ പേളിമാണി എനിക്ക് ടാഗ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മാക്സിമം പുള്ളിക്കാരുടെ ഫാൻ പേജസും അല്ലാത്ത പേജസും എല്ലാം ഞാൻ ടാഗ് ചെയ്യുന്നതാണ്, പക്ഷേ പറ്റുന്നിടത്തോളം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനി സിബി മലയിലിനെ പറഞ്ഞത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം പരാജയപ്പെട്ട സംവിധായകൻ എന്നൊക്കെ പറഞ്ഞ എല്ലാ സംവിധായകരുടെയും പരാജയം വിജയം കാണും. കിലുക്കല്ല, കിരീടം, സമ്മറിൻ മേഖലയും, നമ്മുടെ തിയേറ്റർ കണ്ണീർ പുഴയായിട്ടൊരു ഈ ആകാശദൂത്, അങ്ങനെയൊക്കെ എത്രയോ പടം അദ്ദേഹത്തിൻ്റെതായി വിജയിച്ചിട്ടുമുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ സിബി മലയില് പേളിക്ക് ഏതാണ്ട് 10-37 വയസ്സ് എങ്ങാണ്ടേ കാണുള്ളൂ. പേളി ജനിക്കുന്നതിന് മുന്നേ ഉള്ള ഡയറക്ടറാണ്. അദ്ദേഹത്തെയാണ് ഇങ്ങനെ ആക്ഷേപിച്ചതാണെങ്കിൽ അത് ഇച്ചിരി അഹങ്കാരമായിപ്പോയി. പക്ഷെ പേളിയുടെ കയ്യിൽ നിന്നൊക്കെ അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് ഇപ്പോഴും ഒരു വിശ്വാസമില്ല. പേളി ഇനി മകനെയാണോ ഉദ്ദേശിച്ചത്, എന്താണാവോ? ഏതായാലും ഒരു പയ്യൻ അതിശക്തമായിട്ട് പേളിക്കെതിരെ ഇൻസ്റ്റ പ്രതികരിച്ച കാണിക്കും. നമ്മുടെ പേളിമാണി ചേച്ചി, നമ്മുടെ യൂട്യൂബിൽ ഈ വളിപ്പൊക്കെ അടിക്കുന്ന ഒരു ചേച്ചിയില്ല, പണ്ടത്തെ ബിഗ് ബോസ് ഒക്കെയുള്ള. അന്ന് സിബി മലയിൽ സാറിനെ കുറിച്ച്, ലെജൻഡറി ഡയറക്ടർ, മലയാളത്തിലെ ലെജൻഡറി ഡയറക്ടർ സിബി മലയിൽ സാറിനെ കുറിച്ച് ഫെയിൽഡ് ഫിലിം മേക്കർ എന്നൊരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയാണ്. ആക്ച്വലി അദ്ദേഹത്തിന്റെ മകൻ ഇവർക്കെതിരെ ഒരു ചോദ്യം എറിഞ്ഞു, ഇവർക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ ഇദ്ദേഹമാണെന്ന് കരുതി ഇവർ ഒന്ന് ആക്കാൻ നോക്കിയാണ്, ഒന്ന് ഇടിച്ചു താക്കാൻ നോക്കിയത് ഫെയിൽഡ് ഫിലിം മേക്കർ. ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന അവകാശപ്പെട്ട സിബി മലയിൽ സാറ് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഹിറ്റ് മൂവി, അദ്ദേഹത്തിന്റെ മൂവി തന്നെ ഹിറ്റായിരുന്നു, മുത്താരംകുന്ന് പിയോ. 1985 അദ്ദേഹം ആ മൂവി സംവിധാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ വയറ്റിൽ നിങ്ങളൊരു ഭ്രൂണം പോലും ആയിട്ടില്ല. ഭ്രൂണം ആയിട്ടില്ലെന്നല്ല, നിങ്ങളുടെ പല അമ്മയുടെ നരമ്പെ പോലും നിങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടില്ല. അതിന് നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല. അത് തന്നെയാണ് സത്യം. 1985 പുള്ളി ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ
ഏകദേശം 4-5 ദശാബ്ദങ്ങളിലായിട്ട് ഹിറ്റ് സിനിമകളുള്ള ഒരു മലയാളം മൂവി ഡയറക്ടർമാരിൽ ഒരാളാണ് ശ്രീ സിബി മലയിൽ സാർ. മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒക്കെ നാഷണൽ അവാർഡ് കിട്ടിയ മൂവീസൊക്കെ ഇദ്ദേഹത്തിന്റെ സംഭാവനകളായിരുന്നു. അതുപോലെ ലെജൻഡറി മൂവി ഡയറക്ടറെയൊക്കെ ഫെയിൽഡ് ഫിലിം മേക്കർ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ ഒന്നോർക്കണം, അദ്ദേഹം മലയാള സിനിമയ്ക്ക് ചെയ്ത സംഭാവനകൾ തട്ടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കാല് കഴുകിയ വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും മാണിയുടെ മോൾക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കുറെ വീഡിയോസ് ഒക്കെ ഇട്ട് ആൾക്കാർ കുറെ സപ്പോർട്ടൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഒരു തോന്നൽ ഉണ്ടായി കാണും ചേച്ചി പറയുന്ന എന്തും മലയാളികൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്തോളും, വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങിക്കോളും എന്നൊക്കെ ഒരു വിചാരം ഉണ്ടായി കാണും. പക്ഷേ ഒന്ന് ഓർക്കണം, മലയാളികളാണ്. മലയാളികൾക്ക് കയറ്റി വെക്കുന്ന പോലെ തന്നെ നല്ല ഒന്നാന്തരമായിട്ട് താഴോട്ട് ഉന്തി ഇടാനും അറിയാം. ഓക്കെ, അതിപ്പം 1-2 ദിവസമായിട്ട് ചേച്ചി അറിയുന്നുണ്ടല്ലോ, മനസ്സിലാക്കുന്നുണ്ടല്ലോ. ആളറിഞ്ഞ് കളിക്കുക എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ ചേച്ചിയോട് പറയാനുള്ളൂ. ഓക്കെ, ഇനിയെങ്കിലും പ്രസ്താവനകൾ ഇറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അത്ര വലിയ സംഭവമൊന്നും അല്ല എന്നുള്ള കാര്യം സ്വയം മനസ്സിലാക്കുക. നമ്മുടെ പേളി മാണി ചേച്ചി ഏതായാലും സിബി മലയിലിനെ പരാജയപ്പെട്ട സംവിധായകൻ എന്ന് വിളിച്ചതും പിന്നെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ട് 2 വള്ളത്തെ കാലി ഔട്ടിയെന്നും പറഞ്ഞും എങ്ങനെയാണേലും സൈബർ അറ്റാക്കാണ്, സൈബർ ബുള്ളിംഗ് ആണ് ഇപ്പൊ പേളിക്കെതിരെ നടക്കുന്നത്. ആൾക്കാർ കമന്റ് ഇടുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇനി അവരുടെ കൊച്ചുങ്ങളുടെ 2 ക്യൂട്ട് വീഡിയോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു എന്നുള്ളത് അവർക്കറിയാം, അതുകൊണ്ട് അവർ തോന്നിയെല്ലാം പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പേളിമാണിക്കെതിരെയും കമന്റ് ഉണ്ട്. ഇത് പേളിമാണി തന്നെയാണോ ഇത് പറഞ്ഞെന്നും പറഞ്ഞ് ജനങ്ങൾ അതും പറയുന്നുണ്ട്. എന്താണ് സംഭവം, അൺഫോളോ ചെയ്യുമെന്നും പറഞ്ഞുള്ള ആഹ്വാനമാണ് കമന്റ് ബോക്സിൽ നടക്കുന്നത്. ഏകദേശം 1 ലക്ഷം പേരോളം പോയെന്നും പറയുന്നുണ്ട്. ഈ ഒരു സംഭവത്തിനോടനുബന്ധിച്ച് പേളിമാണിയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പുലിവാലി പിടിച്ചിരിക്കുന്നത്. പിന്നെ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണെങ്കിൽ സിബി മലയിലിനെയൊക്കെ കയറി പരാജയപ്പെട്ട പുള്ളിക്കാരത്തിക്ക് പ്രായക്കുറവ് കൊണ്ടായിരിക്കാം അദ്ദേഹത്തെ അറിയത്തില്ല. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായി പോയി. ഇനി ആ പയ്യൻ ഇനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അതിന് തിരിച്ച് സിബി മലയിലെ ആ പയ്യന്റെ തന്തയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് വളരെ മോശം സംസ്കാരം, പറയാതിരിക്കാൻ പറ്റില്ല. പേളി അങ്ങനെ പറയോ ഇല്ലെന്നുള്ളത് നമുക്കറിയില്ല. പേളി തന്നെ അതിന് വല്ല ഉത്തരം പറയണം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.